നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഞങ്ങൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത 2 പഴം, ആവശ്യത്തിന് ഉപ്പ്, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, പിന്നെ മൈദാപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി, മൈദ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉപ്പ്, പഞ്ചസാര, സോഡാപ്പൊടി എന്നിവയെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. കട്ട് ചെയ്തും കുത്താതെ കറക്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. ഇപ്പോൾ കണ്ടു, നമ്മുടെ ബാറ്റർ റെഡിയായി. ഈ ബാറ്റർ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ലൂസും ആവരുത്. ഇതുപോലെ ഉണ്ടാവണം. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടമാതിരി ഷേപ്പിലൊക്കെ പഴംപൊരി ഉണ്ടാക്കാം. ചെറിയ ചെറിയ പഴംപൊരി എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കഴിക്കാൻ ഈസി ആയിട്ട് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, കൈയ്യതും മുറിക്കരുത്. അങ്ങനെ നമ്മുടെ പഴം നന്നായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. പാനിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം, വെള്ളമെല്ലാം പോയതിന് ശേഷം, ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് നന്നായി ചൂടാവട്ടെ. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാറ്ററിൽ നേന്ത്രപ്പഴത്തിൻ്റെ ഓരോ പീസുകൾ മുക്കിയെടുക്കാം. മൈദ ബാറ്ററിൽ മുക്കിയെടുത്ത ഉടനെ തന്നെ നമ്മുടെ ഓട്സിൽ നന്നായി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഓട്സ് ആവാൻ വേണ്ടിയിട്ട് വളരെ നന്നായി തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഡിപ്പ് ചെയ്തതിനു ശേഷം മെല്ലെ സൂക്ഷിച്ച് ഓയിലിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്യാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഈ പഴംപൊരി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പഴംപൊരി എല്ലാം പൊരിച്ചെടുക്കാൻ. ഒത്തിരി ഫ്ലെയിമായിട്ട് വെക്കുകയാണെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓട്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റീമിൽ വെക്കുകയാണെങ്കിൽ പഴം വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവരും ഈ സ്പെഷ്യൽ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മീ വീഡിയോ.